ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ രാവിലെ ചായയും കടിയും കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പഴം പുഴുങ്ങിയതൊന്ന് കഴിച്ചു നോക്കിട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സിമ്പിൾ കടിയാക്കാമെന്ന് എഴുതിട്ടോ. അപ്പോൾ പഴം പുഴുങ്ങിയത് കഴിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടോ. ഞാൻ പകുതി മാത്രം കഴിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടോ. പിന്നെ ഞാനിതാ പുട്ടുണ്ടാക്കി. പുട്ടും ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടാണ് അപ്പോൾ പുട്ട് കഴിക്കുന്നത്. അപ്പോൾ തൻ്റെ മോള് ഇന്നലെ കുബൂസില്ല റൊട്ടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഓൾക്ക് ഈ പുട്ടും അപ്പമൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഓള് അത് കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിരുന്നു കേട്ടോ. അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ അരിയും നോമ്പിൻ്റെ അരിയും മല്ലിയും മുളകൊക്കെ പൊടിച്ചിട്ടിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവണം. അപ്പം ഞാൻ ഇവിടെ എല്ലാ പാത്രങ്ങളും ഈ പാത്രത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് കേകി ഉണക്കട്ടെ. നല്ല പാത്രം, നല്ല ഉറപ്പില്ല ടാങ്കിൻ്റെ പാത്രമാണ് കേട്ടോ ഗൾഫിൽ നിന്ന്. അപ്പോൾ ഇതിലിട്ടാൽ പിന്നെ കുറേ കാലം നിൽക്കും, കേടൊന്നും വരാതെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വേറെ കുപ്പിയിൽ ഇങ്ങനെ മാറ്റി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കേകി ഉണക്കാൻ വെക്കാണ്. എല്ലാ പ്രാവശ്യവും ഞാനിവിടെ അരിയും മുളകും ഒന്നും ഉണക്കി പൊടിക്കല്ല കേട്ടോ. ഒക്കെ എല്ലാം തന്നെയാണ് എനിക്ക് ഉണ്ടാക്കി തരില്ല കേട്ടോ. അപ്പോൾ കഴിയുമ്പോഴത്തേനും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിളിക്കും. അപ്പോൾ ഞാൻ പോയി കൊണ്ടുവരും. അങ്ങനെ അതിലാണ് കേട്ടോ. അങ്ങനെ കൗറ്റി വെക്കിട്ടാ. ഇങ്ങനെ തിരിച്ചൊക്കെ